ജമ്മു കാശ്മീരിൽ ഒക്ടോബർ 4-ാം തീയതിയാണ് വോട്ടെണ്ണൽ. ഹരിയാനയിലും ജമ്മു കാശ്മീരിലും ഒരേ ദിവസം തന്നെയാണ്. ജമ്മു കാശ്മീരിൽ ഒരു പോസ്റ്റ് പോൾ അലയൻസ് രൂപീകരിക്കാനാണ് PDPയും BJPയും തമ്മിലുള്ള നീക്കം എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. നമുക്കറിയാം, ഇതിനു മുമ്പും PDPയുടെ നേതാവായ മെഹബൂബ മുഫ്തിയും അതുപോലെ BJP നേതാക്കളുമായി സഖ്യമുണ്ടാക്കിയിട്ടുണ്ട്. ആർട്ടിക്കിൾ 370 റദ്ദാക്കി അവിടെ ഭരണഭേദഗതി കൊണ്ടുവരുന്നതിന് മുമ്പ് ഇത്തരത്തിൽ ഒരു സഖ്യം കോമൺ മിനിമം പ്രോഗ്രാം എന്ന രീതിയിൽ കൊണ്ടുപോയിരുന്നു. ഏത് രീതിയിലുള്ള നെറികെട്ട രാഷ്ട്രീയവും BJP കളിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. എന്നാൽ അവിടെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി BJP എല്ലാ രീതിയിലും കേന്ദ്ര ഭരണത്തെ ദുരുപയോഗിക്കും എന്നുള്ള കാര്യത്തിലും ഒരു സംശയവും വേണ്ട എന്നാണ് ഇപ്പോൾ നാഷണൽ കോൺഫറൻസ് നേതാവായ ഒമർ അബ്ദുള്ള പറയുന്നത്. അതിന് രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. ഒന്നാമത്, ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ജമ്മു കാശ്മീരിൻ്റെ ലഫ്റ്റനന്റ് ഗവർണറാണ്. അദ്ദേഹത്തിന് കൂടുതൽ അധികാര പരിധിയുണ്ട്. അദ്ദേഹം എല്ലാ രീതിയിലും BJPക്ക് എല്ലാ രീതിയിലുള്ള ഒത്താശയും ചെയ്തു കൊടുക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും വേണ്ട എന്നാണ് ഒമർ അബ്ദുള്ള പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷനിൽ കൃത്യമായ കാര്യങ്ങൾ BJPക്ക് അനുകൂലമാക്കാൻ നിരവധിയായ സാധ്യതകൾ ഉണ്ട്. നേരത്തെ നമുക്കറിയാം, BJP എതിർക്കാൻ നിരവധിയായിട്ടുള്ള സഖ്യരൂപീകരണം നാഷണൽ കോൺഫറൻസും കോൺഗ്രസും PDPയും ചേർന്ന് രൂപീകരിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഗുപ്കാർ സഖ്യം. എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിൽ ഒരു സഖ്യം വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. നാഷണൽ കോൺഫറൻസും കോൺഗ്രസും തമ്മിലാണ് സഖ്യം. അതിനകത്ത് ജമ്മു മേഖലയിലുള്ള 4 സീറ്റും കശ്മീർ താഴ്വരയിലെ 1 സീറ്റിലും മാത്രം കൃത്യമായി ഒരു ഫ്രണ്ട്ലി മാച്ച്, ഒരു സൗഹൃദ മത്സരം എന്ന രീതിയിലാണ്. ബാക്കിയുള്ള 85 സീറ്റുകളിലാണ് സഖ്യം ഇരുവരും വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനകത്ത് 51 സീറ്റുകളിൽ ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസും 32 സീറ്റുകളിൽ കോൺഗ്രസുമാണ് മത്സരിക്കുന്നത്. മുഹമ്മദ് യൂസഫ് താരിഗാമി അടക്കമുള്ള CPIM നേതാക്കളുടെ വിശ്വാസ്യതയിൽ തന്നെയാണ് ഈ സഖ്യം രൂപീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, CPIM 1 സീറ്റിലാണ് മത്സരിക്കുന്നത്. മറ്റുള്ളവർക്കും 1 സീറ്റ് നൽകിയിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJPക്ക് പ്രതികൂലമാണ് സാഹചര്യം എന്ന വിലയിരുത്തലാണ് ഒപ്പീനിയൻ സർവേ പോളുകൾ എല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. എന്നാൽ അതിനെ കവച്ചു വയ്ക്കുന്ന രീതിയിലേക്ക് പണാധിപത്യവും അതുപോലെ തന്നെ അധികാരത്തിൻ്റെ ദുർവിനിയോഗവും എല്ലാ രീതിയിലും നടപ്പിലാക്കാൻ BJP ആവുന്നത്ര ശ്രമിക്കുന്നുണ്ട്. അത് ഏതൊക്കെ വിധത്തിൽ നടപ്പിലാക്കും, ഏതൊക്കെ രീതിയിലായിരിക്കും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് എന്നതിൽ ഇപ്പോഴും ആർക്കും പിടികിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. മനോജ് സിൻഹ ഏകപക്ഷീയമായ ചില തീരുമാനങ്ങൾ എടുക്കാൻ ഇപ്പോഴും അദ്ദേഹത്തിന് അധികാരം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ BJPക്ക് അനുകൂലമല്ല തെരഞ്ഞെടുപ്പ് ഫലമെങ്കിൽ ഒരുപക്ഷെ വീണ്ടും പ്രത്യേകമായ സാഹചര്യങ്ങൾ കൊണ്ടുവരാൻ മനോജ് സിൻഹയ്ക്ക് നിർദ്ദേശം നൽകാൻ BJP യാതൊരു മടിയും കാണിക്കില്ല എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് നേതാവായ ഒമർ അബ്ദുള്ള എത്തിച്ചേർന്നിരിക്കുന്നത്.